ഹായ് ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനലിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്കും വൈകുന്നേരം 5 മണിക്കും വീഡിയോസ് വരുന്നതായിരിക്കും. വീഡിയോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുൾ ടൈം ജോലി നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ജോബിൻ്റെ വാക്കൻസീസ് ആണ് ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാ വാക്കൻസീസ് എന്ന് പറയുമ്പോൾ അതിനൊരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും. അതിന് മുൻപേ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള വാക്കൻസീസ് നോക്കിയിട്ട് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ടീച്ചേഴ്സിനുള്ള വാക്കൻസിയുമായിട്ടാണ്. പല ജില്ലകളിലായിട്ട് പല സബ്ജക്ട്സിനായിട്ട് വന്നിരിക്കുന്ന ഒഴിവുകളാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള പോസ്റ്റ് ഏതാണോ അതിലോട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ പറയുന്നതായിരിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിലോട്ട് നിങ്ങളുടെ റെസ്യൂമൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളത്താണ്. മൂവാറ്റുപുഴ ഇലാഹിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലുള്ള ഫാർമസി കോളേജിലാണ് അധ്യാപക അനധ്യാപക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ, ലാബ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻസ് തുടങ്ങിയ ഒഴിവുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MPharm, BPharm, DPharm, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ, ഫാർമക്കോളജി ഇത്രയും പഠിച്ച ആൾക്കാർക്കൊക്കെ അതാത് യോഗ്യതകളുള്ളവർക്ക് അതാത് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെയിൽ ID നിങ്ങൾക്ക് ജസ്റ്റ് റെസ്യൂം സെൻഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള പഠിച്ച ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന നല്ലൊരു പോസ്റ്റാണ്. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് കോട്ടയത്താണ്. ലാക്കാട്ടൂർ MGM NSS സ്കൂളിലേക്ക് പ്രിൻസിപ്പൽ, അതായത് ഗസ്റ്റ് ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ HSST ജൂനിയർ മാത്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, അതുപോലെ തന്നെ HST സോഷ്യൽ സയൻസ് അധ്യാപകരെയാണ് ബാക്കി ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയും വിഷയങ്ങളിലേക്ക് അധ്യാപകരെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പഠിച്ച ആൾക്കാർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ജൂൺ 25 മുൻപായിട്ട് ഈ ഒരു സ്കൂളിൻ്റെ മാനേജറുടെ ഓഫീസിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അപേക്ഷ ഫോം കിട്ടാനൊക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോൺ നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതായത് ജില്ലക്കാർക്കായിരിക്കും മുൻഗണന ലഭിക്കാം. ഇനി അടുത്ത വേക്കൻസി വന്നിട്ട് പാലക്കാടാണ്. ഒറ്റപ്പാലം പനമണ്ണ NVUP സ്കൂളിലേക്ക്, എയ്ഡഡ് സ്കൂളാണ്. ഹിന്ദി അധ്യാപകരുടെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. റിട്ടയർമെൻറ്റ് പോസ്റ്റാണ് കേട്ടോ. 7 പ്രവൃത്തി ദിനമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഹിന്ദി, യോഗ, അബാക്കസ് ടീച്ചേഴ്സിനെയാണ് ആവശ്യമുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിശദവിവരങ്ങൾ അറിയാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അവർ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തത് മലപ്പുറത്താണ്. മലപ്പുറത്ത് 2 പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ അവിടുത്തെ ഒരു എയ്ഡഡ് സ്കൂളിലേക്ക് +2 HSA UP TTC അധ്യാപകരെ ആവശ്യമുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിൻ്റെ പോസ്റ്റാണ്. വളാഞ്ചേരി എടയൂർ MGM എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജിലേക്ക് പ്രൊഫസർമാർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ്. ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് MTech എടുത്തവരായിരിക്കണം. അതുപോലെ തന്നെ ലെക്ചേഴ്സ്, ടീച്ചിങ് അസിസ്റ്റന്റ്, അതിന് കുറഞ്ഞത് BTech ആണ് ഡിഗ്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെ ആവശ്യമുണ്ട്. CSE ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കെമിക്കൽ, ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, സിവിൽ, EEC, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, പിന്നെ ലാബിൽ നിൽക്കേണ്ട സ്റ്റാഫുകൾ, അതുപോലെ തന്നെ സിസ്റ്റം അഡ്മിൻ, ഹോസ്റ്റൽ വാർഡൻ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ പോസ്റ്റിലേക്കുള്ള ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കൊടുത്തിരിക്കുന്ന മെയിൽ IDയിലോട്ട്. സബ്ജക്റ്റ് വെക്കുമ്പോൾ ഏത് പോസ്റ്റാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഏത് സബ്ജക്റ്റിൻ്റെ പോസ്റ്റാണോ ഉദ്ദേശിക്കുന്നത്, അത് സബ്ജക്റ്റ് ലൈനിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് കണ്ണൂരാണ്.
മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് റിട്ടയർമെൻറ്റ് ഒഴിവിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഹിന്ദി കെമിസ്ട്രി വിഷയങ്ങളിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. റിട്ടയർമെൻറ്റ് പോസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ CV അതുപോലെ തന്നെ ബയോഡാറ്റ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അപേക്ഷിക്കേണ്ട വിലാസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഇത്രയും ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുക. ബയോഡാറ്റയും അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ അടങ്ങിയിട്ട് അത്രയും ഡോക്യുമെൻറ്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വിലാസത്തിലോട്ട് ജസ്റ്റ് പോസ്റ്റ് വഴി സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് കണ്ണൂർ തന്നെ കതിരൂരിൽ പ്രവർത്തിക്കുന്ന പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് വിവിധ വിഷയങ്ങളിൽ ട്യൂഷൻ ടീച്ചേഴ്സിനെ താൽക്കാലികമായിട്ട് നിയമിക്കുന്നുണ്ട്. ഇതിനു വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി വേണം, BEd വേണം, BEd ഇല്ലെങ്കിൽ TTC വേണം. ഇതിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. ജൂൺ 25 രാവിലെ 11 മണിക്ക് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. കണ്ണൂരുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആ ഒരു ടൈമിൽ ജൂൺ 25 രാവിലെ 11 മണിക്ക് ആ ഒരു പഞ്ചായത്ത് ഓഫീസിൽ ജസ്റ്റ് ചെന്നാൽ മതി നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ മുഖേനയായിരിക്കും അവർ ടീച്ചേഴ്സിനെ നിയമിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇത്രയും വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അതായത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു വേക്കൻസി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.